तेरे ही सहारे सारे तारे चमके चमके रहते हैं। तू जो कभी जाए कौन सिखाए दिल की कैसे सुनते हैं। ഹേ ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇയായനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ ഇതിൻ്റെ ഷോർട്സ് ഓൾറെഡി എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അന്ന് പോയതിൻ്റെ ലോങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അന്നത്തെ ഒരു ദിവസം മാക്സിമം ഞാൻ കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു 2 വീക്സോളം നീണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. നമ്മളങ്ങനെ വിളിക്കാൻ പോകുന്നുള്ളത് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആണ് പോകുന്നുണ്ട് തന്നെ പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടെ പോയതാണ്. അശ്മീറ ഫസ്റ്റ് ടൈമാണ് ഇയാനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് വരുന്നത്. ഓളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പറയുന്ന പോലെ തന്നെ സ്റ്റോറേജ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം എടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം എത്തുന്ന ടൈം കുറച്ച് നേരത്തെ ആവും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളതിന് മുന്നേ തൃശ്ശൂരുള്ള ഹൈലൈറ്റ് മാളിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഹൈലൈറ്റ് മാളിലൊന്നും നമ്മൾ കയറുമെന്ന് വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് കുറച്ച് ടൈം എക്സ്ട്രാ ഉള്ളത് കൊണ്ട് അവിടെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നതാണ്. ഇക്കെന്താ ഫീൽ ചെയ്തറിയോ, ബാക്കിയുള്ള മോൾസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ സ്പേഷ്യസ് ആയ പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൺജസ്റ്റഡ് ആവാണ്ട് ഭയങ്കര ഫ്രീ ആയി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മോൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ടൈമൊന്നും നമുക്ക് അങ്ങനെ ചുറ്റിത്തിരിയാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ലുലു ഹൈപ്പറിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. മാക്സിമം ഈ ഡെസേർട്സിന്റെ ഭാഗത്തേക്ക് പോകുന്നത് ഒഴിവാക്കിയാലും എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ എത്തും. അങ്ങനെ നമ്മൾ ഡെസേർട്ടിന്റെ അടുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ചീസ് കേക്ക്സും ഡോണറ്റ്സും ക്രോസോൺസും എല്ലാതും കൂടെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതൊന്നും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ കാണുന്നൊരു രസമല്ലേ. അതിൻ്റെ കുറച്ചിപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം മാളിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞതിന് ശേഷം തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൂടുതൽ സമയമൊന്നും നമുക്ക് കുറേ ഷോപ്സിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. ആകെ ലുലു ഹൈപ്പറിൽ മാത്രമാണ് നമ്മൾ കയറിയിട്ടുള്ളൂ. അതിനുള്ള ടൈം തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വ്ളോഗിൽ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുള്ളൊരു സംഭവം ഈ വ്ളോഗിൽ നിങ്ങൾക്ക് എന്തായാലും ലാസ്റ്റ് ആകുമ്പോഴത്തേനും മനസ്സിലാവും. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അതിനാണല്ലോ മാളിലൊക്കെ പോയി വന്നിട്ടും നമ്മൾ എത്തിയത് കുറച്ചധികം നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം പോസ്റ്റായി. അശ്മീറക്കൊക്കെ നിന്നങ്ങനെ വയ്യാണ്ടായിക്കണം. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇയാൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ എയർപോർട്ടിൽ ഓരോരുത്തരെ പിക്ക് ചെയ്യാൻ പോവുക, ഫ്ലൈറ്റ്സ് കാണുക എന്ന് പറയുന്നതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമാണ്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ബട്ട് ഇൻ മൈ കേസ് ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ട്രൂ. ഓൾസോ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഐ എം പ്ലാനിങ് കുറച്ച് അടിപൊളി കണ്ടന്റ്സ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ഓൾ ദോസ് തിങ്സ് ബിക്കോസ് ഐ നീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. കുറേ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിലുണ്ട്. ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഒത്തു കിട്ടണില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഈ അയനൊക്കെ നമ്മൾ പിക്ക് ചെയ്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു പഞ്ചാബി റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ലസ്സി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഫുഡൊക്കെ ഉള്ള അടിപൊളിയായിരുന്നു. അത് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നേ. വെൽക്കം ടു ദ നെക്സ്റ്റ് ഡേ ആണ് ബാക്കിയുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നത്. നെക്സ്റ്റ് ഡേ ആയിരുന്നു പെട്ടി അൺബോക്സ് ചെയ്തതും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെയാണ്. കമ്മിങ് ടു ദ മെയിൻ പോയിന്റ് ഓഫ് ദിസ് വ്ലോഗ്, ദിസ് ഇസ് വാട്ട് ഐ വെയിറ്റഡ്. യെസ് ഗൈസ്, പുതിയ മൈക്കാണ്. ഈ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മൈക്കൊക്കെ കൊണ്ടു തന്നതാണ്. कैसी दिल लगी है तू, कैसी बेबसी है. अस्सलामुअलैकुम, वेलकम बैक टू माय चैनल. वेलकम बैक टू माय चैनल. അന്നത്തെ മൈക്ക് ടെസ്റ്റിംഗിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. താത്തമ്മയും അച്ഛതാത്തയും സഹാനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ക്ലിപ്സ് ആണ്. കുറച്ചധികം തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനിരിക്കുന്ന കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അന്ന് നമ്മൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഡേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മാച്ചിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. സ്പെയിൻ വേഴ്സസ് അർജന്റീന ഇരുന്നല്ലോ കളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ട്രൂലി സപ്പോർട്ടിങ് സ്പെയിൻ. മാച്ച് കാണാനുണ്ടായിരുന്നവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു പൊലിവിൽ അങ്ങനെ ഇരുന്നതാണ്. 4:05 മണിക്കാണ് ഞാൻ ഉറങ്ങിയത്. ബട്ട് ഐ വാസ് സോ ഹാപ്പി ദാറ്റ് സ്പെയിൻ ഗോട്ട് ദ വേൾഡ് കപ്പ്.
ഇപ്പൊ കുറച്ച് ദിവസമായി ഞാനൊരു വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേ ഉച്ചപ്പിന്റെ കൂടെ ആക്കാന്ന്. ഹലോ ഗൈസ്, സംഭവം ഈ വ്ളോഗിന്റെ കാര്യം ഞാൻ അങ്ങനെ മറന്നുപോയി. കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ അന്ന് എടുത്ത് വെച്ചിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് അതിന് മാത്രമുള്ള ക്ലിപ്സ് ഒന്നുമില്ല, വ്ളോഗ് ആക്കാനും മാത്രമുള്ള ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ ഞാൻ എന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാന്ന്. പിന്നെ ഈ വ്ളോഗ് എത്രത്തോളം നീണ്ടു പോകുന്ന കരയിലൊക്കെ ഇപ്പൊ തന്നെ തോന്നുന്ന ഒരു 1 വീക്ക് എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ഞാൻ ഈ വ്ളോഗ് ഇന്ന് നാളേക്ക് ആയിട്ട് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രമിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ മറന്നുപോയി ഗൈസ്. പിന്നെ സോളാറാണ് ഗൈസ്. പിന്നെ ഞാൻ ഈ വ്ളോഗിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും മൈക്കിന്റെ സംഭവം. അത് കിട്ടിയ പാടെ തന്നെയാണ് അതിന്റെ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ മൈക്ക് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വ്ളോഗ് എടുക്കുന്നത്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ടു ഡു മോർ കണ്ടന്റ്സ് ഫോർ യു ഗൈസ്. കുറച്ചധികം തന്നെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ സമയത്തിന്റെ സമ്മർദ്ദം മൂലം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ക്ലാസ്സും എക്സാംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഏകദേശം ഒന്ന് എന്താ പറയുക റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ ബാക്കി കുറച്ചും കൂടെ നല്ല അടിപൊളി കണ്ടന്റ്സ് ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. ഉള്ളിലെല്ലാവരും കൂടെ ആയിട്ട് ഭയങ്കര ശബ്ദമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുക്കണം. അപ്പൊ ലേറ്റിന്റെ കാര്യം ഇങ്ങനെയും അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ എന്തായാലും എക്കണോമിക്സ് കുറച്ചധികം പഠിക്കാനുണ്ട്. നാളെ ടെസ്റ്റ് ഉണ്ട്. അതിന് പുറമെ കുറച്ചധികം തന്നെ എഴുതാനുണ്ട്. അല്ലാണ്ട് അക്കൗണ്ടൻസി നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഒന്ന് വേഗം തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പം തന്നെ സമയം ഒരു 8 മണിയായി. എല്ലാം കൂടെ തീർന്നു വരുമ്പോൾ തന്നെ നല്ലോണം ലേറ്റ് ആവും. മാക്സിമം വേഗം തീർക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. മൈക്കും കൂടെ കിട്ടിയോണ്ട് ഇനിയിപ്പോൾ ഒന്നും വേണ്ട. കാരണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, സമയം പോവും. അപ്പം എന്തായാലും നമുക്ക് നേരെ പഠിക്കാനിരിക്കാം. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ നല്ലോണം ലേറ്റ് ആവും. സോ യെസ് ഗൈസ്, ബൈ. അപ്പൊ ഞാൻ രണ്ടും കൂടെ ഒരു കയ്യിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. യെസ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എക്കണോമിക്സ് ആണ് പഠിക്കാനുള്ളത്. കുറച്ചധികം തന്നെ പഠിക്കാനുണ്ട്. ഒക്കെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതല്ല ഐഡിയ അല്ല. കുറച്ചധികം എന്തായാലും ഉണ്ട് പഠിക്കാൻ. കാണിച്ചു തരാം. ഇത് മാത്രല്ല അങ്ങോട്ട് ഇനിയുണ്ട്. പക്ഷെ എല്ലാം കൂടെ ഒരു കയ്യിൽ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം ഞാൻ പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എൻഡ് ചെയ്യാനുള്ള ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുക്കാത്തത് കൊണ്ട് തന്നെ ഇൻട്രോ ഞാൻ വീണ്ടും ആഡ് ചെയ്യാണ്. ലാഗ് ആക്കിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ എല്ലാതും ഞാൻ ചെയ്യുന്നതായിരിക്കും. കുറച്ച് അടിപൊളി കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഡെഫിനറ്റ്ലി നീഡ് ടൈം. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത അടിപൊളി വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ, സീ യു. അസ്സലാമു അലൈക്കും.